ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഫെബ്രുവരി മാസത്തെ ഫലമാണ് പറഞ്ഞത്. ഫെബ്രുവരി മാസത്തിൽ ഇടവക്കൂറുകാർക്കുള്ള ഫലമാണ് പറഞ്ഞത്. ഇടവക്കൂറുകാർക്ക് എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേർന്ന് ഇടവക്കൂറുകാർക്ക് ആ ജന്മത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം 10-ൽ കണ്ടകശനിയായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്ന ശനി, അതായത് കണ്ടക വ്യാഴനും കണ്ടക ശനിയും എന്ന് പറയാം. ജന്മത്തിൽ അതായത് 1-ാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ കണ്ടക 1, 4, 7, 10 കണ്ടകമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിന് കണ്ടകം എന്ന് പറയുന്നത് അത് കാര്യമാണ് കണ്ടക ശനി എന്ന് പറയുന്നത്. കണ്ടക വ്യാഴം എന്ന് പറയുന്നത് ജന്മം 4, 7, 10 എന്നതിന് പേരിന് കണ്ടക വ്യാഴം എന്ന് പറയും. എന്നാലും ജന്മത്തിൽ ഉള്ള വ്യാഴം അത്ര അനുകൂലമല്ല. 2-ൽ ചൊവ്വയാണ്, അതും അനുകൂലമല്ല. 5-ൽ കേതു വലിയ കുഴപ്പമില്ല. 8-ാം ഭാവത്തിൽ സൂര്യൻ അനുകൂലമല്ല. 8-ാം ഭാവത്തിൽ ബുധൻ അനുകൂലമാണ്. 9-ാം ഭാവത്തിൽ ശനി അനുകൂലമാണ്. 11-ാം ഭാവത്തിൽ രാഹു ശുക്രൻ അനുകൂലമാണ്. സൂര്യചാരവസ്ഥാൽ നോക്കുന്ന സമയത്ത് സൂര്യചാരവസ്ഥാൽ അത്ര ഗുണകരമല്ല. എന്നിരുന്നാലും ഗുണദോഷം മിശ്രത്തിൽ ഗുണവും ദോഷവും കലർന്ന ഒരു മാസമായിട്ടാണ് കണക്കാക്കുന്നത്. കണ്ടകശനിയുടെ ബുദ്ധിമുട്ടുകൾ കുറേ കൂടുതലുണ്ടാവും. കാരണം കണ്ടകശനി പോണ പോക്കാണ്. അത് കാരണം കുറച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യം കണ്ടകശനി കൊണ്ടേ പോകുള്ളൂ എന്ന് പണ്ടൊരു ചൊല്ലുണ്ട്. പക്ഷെ അത് പല വിധത്തിലുള്ള കണ്ടകശനി ഉണ്ട്. ഇവിടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കണ്ടകശനിയാകാൻ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ തൊഴിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ വിട്ടിട്ട് വേറെ വല്ല തൊഴിലിന് പോകാനുള്ള ഒരു മനസ്സിലൊരു ആഗ്രഹം തെളിഞ്ഞു വരുവാനുള്ള സാധ്യത. അതൊക്കെ വളരെ ദോഷത്തിന് ഇടവരുത്തും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴുള്ള തൊഴിലിന് യാതൊരുവിധ മാറ്റവും കൂടാതെ അതിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ചെയ്യുന്ന തൊഴിലുകളിൽ ഫാൾട്ട് പറഞ്ഞാൽ അബദ്ധം വരാത്ത ലെവലിൽ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലികളിൽ പെട്ടിരിക്കുക. സൂര്യചാരവസ്ഥാൽ 8-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യനാണ്. അത് കാരണം കൊണ്ട് തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ ശ്രദ്ധാപൂർവം ഇരിക്കണമെന്ന് പറഞ്ഞത്. രേഖകൾ അതുപോലെ തന്നെ പലവിധ രേഖകളും മാറിപ്പോകാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. അത് ഏത് വിധത്തിലുള്ള ഗവൺമെൻറ് സംബന്ധമായാലും ശരി. അതുപോലെ തന്നെ ജനങ്ങൾക്ക് പറഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് പൊതുവെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള രേഖകൾ, മറ്റുള്ള കാര്യങ്ങൾ, എഴുത്തുകുത്ത് വർക്കുകൾ ഇതെല്ലാം അനുകൂലമല്ലാത്ത ഒരു സമയമാണ്. അതായത് അതൊന്നും പൂർത്തിയാക്കാൻ പറ്റാത്ത സമയമാണ് എന്നുള്ള പറയുന്നത്. അത് വിദേശ സംബന്ധമായിട്ടുള്ള ഗവൺമെൻറ് ആയാലും ശരി, സ്വദേശത്തിലുള്ള ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ളതായാലും ശരി, അതിനെല്ലാം തടസ്സമുണ്ടാകും. അപ്പോൾ വിദേശ സംബന്ധമായിട്ടുള്ള എന്ന് വെച്ച് പറഞ്ഞാൽ വിദേശ സംബന്ധമായിട്ടുള്ള ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റിന് സംബന്ധമായിട്ടുള്ള രേഖകൾ മറ്റുള്ള കിട്ടാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒന്നും അടങ്ങിപ്പോകും അല്ലെങ്കിൽ മുടങ്ങിപ്പോകും എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടാവും. തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ജന്മവേഴനാണ്. സ്ഥാനഭ്രംശത്തിനെല്ലാം സ്ഥാനഭ്രംശം പറഞ്ഞു പറഞ്ഞാൽ ഉള്ള തൊഴിൽ വേറെ തൊഴിലിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇരിക്കുന്ന ഭവനം വിട്ടിട്ട് വേറൊരു ഭവനത്തിൽ അങ്ങനെയുള്ള സ്ഥാനഭ്രംശങ്ങളെല്ലാം വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുവാനുള്ള സാധ്യത ഇവിടെ രണ്ടും കൂടി കണക്കിലെടുത്ത് കഴിഞ്ഞ് പറഞ്ഞാൽ സ്ഥാനമാറ്റങ്ങൾക്കുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അത് കാരണം വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശരീര സംബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ജന്മവേദനായ കാരണം ശരീര സംബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അനാവശ്യപരമായിട്ടുള്ള ചിന്തകളും മാനസിക പ്രശ്നങ്ങളും ഒഴിവാക്കുക എന്നുള്ള പറയുന്നത്. ഒഴിവാക്കുക പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കാൻ പറ്റും, അല്ലാത്ത പക്ഷം ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. എന്നിരുന്നാലും അധികം ചിന്ത കൊടുക്കരുത് എന്നുള്ള പറയുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിൽ 2-ാം ഭാവം ചൊവ്വ നിൽക്കുന്ന കാരണം ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ധനസംബന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ സംബന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ കുടുംബത്തിലും കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുന്നത്. ആ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാതെ നോക്കുക എന്ന് പറയുന്നത്. അപ്പോൾ വാക്കുകൊണ്ടുള്ള പ്രവർത്തികൾ മൂലമായിരിക്കും കലഹം വരുന്നത്. ആ കലഹത്തിന് ഒഴിവാക്കുക എന്നുള്ള പറയുന്നത്. അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ട് നോക്കിയാൽ ധനസംബന്ധമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പ്രതികരണം തരണം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിനുള്ള പരിഹാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതും കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. സഹോദര ബന്ധങ്ങളൊന്നും അത്രയ്ക്ക് ഗുണകരമായിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് സംബന്ധമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ കിട്ടില്ല. സഹായഹസ്തങ്ങൾ മുടങ്ങിപ്പോകും എന്ന് തന്നെ പറയാം. 4-ാം ഇട സംബന്ധമായിട്ട്, അത് 4-ാം ഇട സംബന്ധമായിട്ട് പറഞ്ഞാൽ ഭവന സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർക്കൊന്നും അത്ര ഉചിതകരമായിട്ടുള്ള സമയമല്ല, അനുകൂലമല്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമില്ല. വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും 2 വീലർ തൊട്ട് വലിയ വിമാനം, ട്രെയിൻ ഉൾപ്പെടെ കപ്പൽ ഉൾപ്പെടെയുള്ള വാഹന യാത്രകൾക്ക് യാതൊരു കുഴപ്പമില്ല. അത് ജലയാത്രകൾക്ക് കുറച്ച് ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് എന്നുള്ളത് പറയുന്നത്. ജലയാത്രകൾക്കും ആകാശയാത്രകൾക്കും കുറച്ച് കൂടുതൽ ഗുണങ്ങളായിട്ട് കാണുന്നുണ്ട് വാഹന സംബന്ധമായി ചെയ്യുന്ന എല്ലാ വർക്കുകൾക്കും. അതുപോലെ തന്നെ
മേലധികാരി നാവികസേന, വ്യോമസേന, മറ്റേ കരസേന എന്നിവരുടെ മിലിറ്ററി സംബന്ധമായിട്ടുള്ളതും അതുപോലെ പോലീസ് സംബന്ധമായിട്ടുള്ള സേനാധിപത്യം വഹിക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കായാലും മറ്റുള്ളവർക്കാണെങ്കിലും അവർക്കും കുറച്ചൊരു മേന്മ കുറവുണ്ടാവും എന്നുള്ള പറയുന്നത്. അത് കാരണം അവരും സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ് എന്നുള്ള പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. പോലീസ് കേസ് വഴക്കുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയുണ്ട്. മറ്റുള്ള കാര്യങ്ങളിൽ ജാമ്യം നിൽക്കുകയോ മറ്റു കൈയെഴുത്തിടുകയോ ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ 7-ാം ഭാവത്തിന് ഉദ്ദിഷ്ട കാര്യങ്ങളിൽ നടക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാസത്തിൻ്റെ അവസാനത്തോടുകൂടി അത് കാര്യങ്ങളിലെ ക്ഷമയോട് ശരിയാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു സമയം കൂടിയാണ് എന്നുള്ള പറയുന്നത്. കാരണം ജന്മത്തിൻ്റെ 9-ാം ഭാവത്തിൽ 8-ാം ഭാവം കഴിഞ്ഞ് 9-ാം ഭാവത്തിലാണ് സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ 8-ലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, 8-ലല്ല 9-ലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 9-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനായകാൻ തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കേസ് വഴക്കുകളൊന്നും വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. അത് നീണ്ടു പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സിനിമാ മേഖലയിൽപ്പെട്ടിരിക്കുന്നവർക്ക് ഉചിതപരമായിട്ടുള്ള സമയമാണ്. അവർ എന്ത് ചെയ്താലും വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതേ സമയത്ത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മോശം സമയമാണ് എന്നുള്ളത് തന്നെ പറയാം. അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയുണ്ട്. ജനസമൂഹത്തിൽ കുറച്ചൊരു വിലയേറിയ ഒരു സാധ്യതകൾ മറ്റുള്ളതല്ല പ്രതീക്ഷിച്ച സ്ഥാനമാനങ്ങൾ കിട്ടാതെ വരിക, മാനഹാനി ഉണ്ടാവുക, അബദ്ധങ്ങൾ വരിക എന്നിവയെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും വളരെ ആലോചിച്ചേ ചെയ്യാൻ പാടുകയുള്ളൂ എന്ന് കണ്ട് വരുമാന മാർഗം കാണുന്നുണ്ട്. പക്ഷേ അത് ചിലവും കാണുന്നുണ്ട് എന്നുള്ള പറയുന്നത്. വരുമാനം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ചിലവും കൂടുതലായി കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലെല്ലാം വളരെ സൂക്ഷ്മത കുറവുണ്ടാവും. അതിൽ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ളതും കാണുന്നുണ്ട്. അതുപോലെ എഞ്ചിനീയറിംഗ് സംബന്ധമായിട്ടുള്ള മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കാണുന്നുണ്ട്. ആ തൊഴിൽ ചെയ്യുന്നത് വിദേശ സംബന്ധമായിട്ട് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അതിനുള്ള പ്രാരംഭഘട്ടങ്ങൾക്കൊന്നും അനുകൂലമല്ല. പുതിയ തൊഴിൽ തുടങ്ങാനും അനുകൂലമല്ലാത്ത സമയമാണ്. കുറച്ചുകൂടി സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ വളരെ അനുകൂലപരമായിട്ടുള്ള സമയം വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ വരാനിരിക്കുന്ന സമയത്തിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി മുൻകരുതലോട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന സമയം അനുഭവത്തിൽ നിന്ന് സുഖമായി ജീവിക്കാൻ പറ്റും എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇവർക്ക് ശനിയുടെ കണ്ടകശനിയുള്ള കാരണം ശനിയുടെ പരിഹാരങ്ങൾ എള്ളുതിരി, നീരാഞ്ജനം വഴിപാട്, കറുത്തവട്ട് എന്നിവയെല്ലാം ചെയ്യുന്നുണ്ടാവും. അത് നേരത്തെ ഉള്ളതാണ്. എല്ലാത്ത വർഷം ചെയ്തുകൊണ്ടിരിക്കുക. മഹാവിഷ്ണുവെങ്കിൽ പാൽപ്പായം, തുളസിമാല, മഞ്ഞപ്പട്ട് എന്നിവയെല്ലാം ചാർത്തുക. യഥാശക്തി വഴിപാട് അല്ലെങ്കിൽ സഹസ്രനാമ അർച്ചന നടത്തുക. ഇതൊക്കെ ചെയ്യുക. അതുകൂടാതെ തന്നെ നക്ഷത്രപ്രകാരമുള്ള പരിഹാരവും ചെയ്യുക. അത് മാസത്തിൽ ഒരു പ്രാവശ്യം വെച്ചിട്ട് നക്ഷത്രം വരുന്ന ദിവസം, അതായത് കാർത്തിക നക്ഷത്രം വരുന്ന ദിവസം ശിവനെങ്കിൽ ധാര, വിളക്ക്, മാല എന്നിവയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. അതുപോലെ രോഹിണി നക്ഷത്രക്കാർക്കാണെങ്കിൽ തിങ്കളാഴ്ച കാലത്ത് സഹസ്രനാമാർച്ചന നടത്തി ഭഗവതിയുടെ ലക്ഷ്മി ലളിത സഹസ്രനാമ ജപം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ മകീര നക്ഷത്രക്കാർക്കാണെങ്കിൽ ചൊവ്വാഴ്ച ഭഗവത് സേവ നടത്തുക. അതുമൂലം കുറേയേറെ മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കണ്ടക ശനിക്കുള്ളത് കണ്ടക വ്യാഴമുള്ള പരിഹാരങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ കുറേയേറെ മാറ്റങ്ങൾ കുറഞ്ഞു വരുവാനുള്ള ദോഷം കുറഞ്ഞു വരുന്ന സാധ്യത. നമസ്കാരം.